അബുദാബിയിൽ കുറേ വർഷം ഉണ്ടെങ്കിലും മസ്ജിദിലേക്കുള്ള ഷെയ്ഖ് സായിദ് മസ്ജിദിലേക്കുള്ള എൻട്രൻസ് അണ്ടർഗ്രൗണ്ട് വഴി ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നല്ല എക്സ്പീരിയൻസാണ് അണ്ടർ പാസ് വഴി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. നോക്കലോ, നല്ല രസമില്ല. അപ്പോൾ അടുത്ത ചോദ്യം, നമ്മൾ ഈ അണ്ടർ പാസ് വഴി പോകുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ എന്താണ്? ഞാൻ ജസ്റ്റ് ഒന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചിരുന്ന സംഭവം. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞാൽ ഇതിന് മുകളിൽ മുഴുവനായിട്ട് പാർക്കിംഗ് എന്നാണ് പറഞ്ഞത്. പാർക്കിംഗ്. ലൈഫിൽ എന്ത് കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് 2 റൂൾ ഉപയോഗിക്കാം. റൂൾ നമ്പർ 1, ആസ്ക് യുവർ സെൽഫ്. റൂൾ നമ്പർ 2, ആസ്ക് അതർ സെൽഫ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. രണ്ടാമത്, മറ്റുള്ളവരോട് നിങ്ങൾക്ക് ചോദിക്കാം, അവരിൽ നിന്നും കാര്യങ്ങൾ നമുക്ക് ഗ്രഹിച്ചെടുക്കാം. മെയിൻ അട്രാക്ഷൻ വരുന്നതാണ് മസ്ജിദിൻ്റെ ഉള്ളിൽ ലൈറ്റും പിന്നെ മെമ്പറിൻ്റെ പ്രത്യേകത ഉണ്ട് ലേഡീസിൽ. അടുത്ത് ഗോൾഡിൻ്റെ എസ്റ്റേറ്റ് പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ. അധികം ആരും കാണിച്ചു തരാത്ത തരത്തിലുള്ള ഒരു ക്ലോക്കാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള. അത് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കാണിച്ചു തരാം. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഗ്രാൻഡ് മോസ്കിൽ ഏകദേശം ഇതുപോലെയുള്ള 11 ക്ലോക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മളത് ഈ ഒരു സ്ഥലത്ത് തന്നെ വിസിറ്റ് ചെയ്ത സ്ഥലത്ത് വീണ്ടും വരുമ്പോഴുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ട് നമ്മൾ കാണാത്ത ഒരു സംഭവം മിനിമം ഒരു കാര്യമെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പോയ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും പോകുന്ന സമയത്ത് കാണാത്തത് നമ്മൾക്ക് കാണും. പിന്നെ ഷെയ്ഖ് സായിദ് പോലത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം പറഞ്ഞാൽ ഇവിടുത്തെ കാർപ്പറ്റാണ്. കാർപ്പറ്റിൻ്റെ പ്രത്യേകത ആണെങ്കിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് മെയിൻ പ്രയർ ഹാളിൽ ഏകദേശം വേൾഡ് ലാർജസ്റ്റ് കാർപ്പറ്റാണ്. അതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു പ്രത്യേകിച്ച് ഇസ്ലാമിക് മോഡൽ നിർമ്മിച്ചിട്ടുള്ളത് 1220 ആർട്ടിസ്റ്റുകൾ ഏകദേശം 2 കൊല്ലം കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ്. പിന്നെ 5400 സ്ക്വയർ ഫീറ്റ് മീറ്റേഴ്സ്, വെയിറ്റ് ഏകദേശം 35 ടണ്ണ്. പിന്നെ ഇതിനകത്ത് തന്നെ 70% വൂളും പിന്നെ 30% വൂളും കോട്ടനും മിക്സിങ്ങാണ്. വിസിറ്റേഴ്സിന് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായി സംഭവം. നമ്മൾ ഇതിൻ്റെ എങ്ങനെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ് സംഭവം. ഇതാകുമ്പോൾ എന്തൊരു സംഭവം അത് കണ്ട. അതായത് കച്ചറ അങ്ങനെ വേസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കില്ല. നമ്മളെ ഷൂസിലും അതെല്ലാം ഉണ്ടാകുന്ന വേസ്റ്റും കാര്യമൊന്നും അങ്ങനെ എടുത്ത് കാണിക്കില്ല. അങ്ങനത്തെ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാത്ത് ഇതാക്കിയാൽ പ്ലാസ്റ്റിക്കിൻ്റെ.